തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ജനം ടി വി വോട്ട് വാർത്താ സംഘം തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് നടത്തിയ യാത്രയ്ക്കും സമാപനമായിരിക്കുകയാണ്. ജനം ടി വി ടീമിലെ MK വിനോദ്, ശില്പ ശിവ, ജിഗിന എന്നിവർ പങ്കുവച്ച യാത്ര അനുഭവങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാഴ്ചക്കാലമായി ജനം ടി വി വോട്ട് വാർത്താ സംഘം അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയായ തമിഴ്നാടിൻ്റെ അതിർത്തിയായ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ചെങ്കൽ കഴിഞ്ഞുള്ള പ്രദേശമാണ് അല്ലേ, കന്യാകുമാരിയോട് ചേർന്നുള്ള പ്രദേശമാണ്. ആ സ്ഥലം വരെയുള്ള ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു യാത്ര. എന്താണ് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആകെയുള്ള ചിത്രം, പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇതൊക്കെ തേടിയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു എന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാം കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്ററ്റത്തേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരുപാട് മനുഷ്യരെ കണ്ടു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, ആ നാട്ടിലെ വികസനം എന്താണെന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പ്രേക്ഷകർ നേതാക്കൾക്ക് പറയാനുള്ളത് കേട്ടു, അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് കേട്ടു. ഇതെല്ലാം നമുക്ക് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിച്ച ഒരാഴ്ചക്കാലമാണ്. ഈ തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് അന്ന് നമ്മൾ ഈ അനന്തപുരിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായിട്ടുള്ള ഒരു യാത്രയുടെ അവസാനം കൂടി കുറിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, ശില്പ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു പരിച്ഛേദമാണ് നമ്മൾ നടത്തിയത്. ജിഗിന, നമ്മൾ അവസാനം വന്ന് നിന്നത് ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിലാണ്. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ചെങ്കൽ S രാജശേഖരൻ നായരുടെ ഒരു വോട്ട് യാത്രയിലാണ് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചത്, അങ്ങനെയല്ലേ? അതെ, തീർച്ചയായും. ഒരു 2 ആഴ്ചക്കാലം, സത്യത്തിൽ അതാണ്, 2 ആഴ്ചക്കാലമായി നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് വളരെ ഒരുപാട് അനുഭവങ്ങൾ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വികസനം വരുന്നു, വികസനം ഉണ്ട്, നമ്പർ 1 കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായി സംസാരിച്ചപ്പോഴാണ് ഇവിടുത്തെ വികസനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതെ ശില്പ, നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ പൊതുവെ നമ്മുടെ പ്രേക്ഷകർക്കുള്ള സംശയം എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്, ട്രെൻഡ് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ജനഹൃദയത്തിലുള്ള നമുക്ക് അപ്പാടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംസ്ഥാനത്ത് ഒരു ഭരണ മികവിനുള്ള ഒരു അഭിപ്രായം ഒന്നുമില്ല. ആളുകൾക്ക് സർക്കാരിനെ പറ്റി നല്ല എതിരഭിപ്രായമുണ്ട്. എന്നാൽ അതിന് പകരം പ്രതിപക്ഷത്തിൽ പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളോട് വലിയ പ്രതിബദ്ധത ഇല്ലാത്ത ഒരു ജനതയുടെ അഭിപ്രായം നമ്മൾ കാണുന്നു. അവിടെ എന്തായാലും ദേശീയ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാനുള്ള ഒരു ജനമനസ്സ് ഉണ്ട്. എന്തായാലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നല്ല പിന്തുണ നൽകുന്ന ഒരു അന്തരീക്ഷം കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വേറൊരു കാര്യം നമ്മൾ എടുത്തു പറയണം. ഞങ്ങൾ സഞ്ചരിച്ച കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മുഖം വലിയ ഫ്ലെക്സ് ബോർഡ് ഞങ്ങൾ കണ്ടു. അത് സംസ്ഥാന മുഖ്യമന്ത്രിയുടേതാണ്. എൻ്റെയും ശില്പയുടെയും ജിഗിനയുടെയും അതേപോലെ തന്നെ ഈ പ്രേക്ഷകരുടെയും ഒക്കെ നികുതി പണം കൊണ്ടാണ് ആ വലിയ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ബോർഡുകളിൽ പറയുന്ന ഒരു കാര്യം പോലും യാഥാർത്ഥ്യമല്ലതാണ്. അങ്ങനെയുമുണ്ട്. ആ ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം. എന്തായാലും ഇത് ചിത്രീകരിക്കാൻ നിരവധി പ്രയാസങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വാഹനത്തിലാണ് യാത്ര ചെയ്തത്. നമുക്ക് ഒപ്പം ക്യാമറ ചലിപ്പിക്കുന്നവരുണ്ടല്ലേ, അതിന് പിന്നിൽ നമ്മൾ 3 പേരാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് എങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എടുത്തു പറയുകയാണ്, നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്തത് ദീപു ചേട്ടനാണ്. അതെ, ദീപു കല്ലൂരാണ് ഈ ഞങ്ങളുടെ യാത്ര അല്ലെങ്കിൽ ഈ പരിപാടി പ്രൊഡ്യൂസ് ചെയ്ത. അങ്ങനെ നിരവധി ആളുകളുടെ ഒരു കൂട്ടായ പ്രയത്നമാണ്. ക്യാമറാമാൻമാർ നമുക്കൊപ്പം ഈ യാത്രയിലുടനീളം ഉണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് ഒരു പരിധിവരെ നമ്മൾ നൽകിയ വാർത്തകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നല്ല വിശേഷം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക്, പ്രേക്ഷകരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് 4-ാം തീയതി പോകുന്നു. അതെ, 9-ാം തീയതിയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ക്ഷമിക്കണം, 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 4 എന്ന് പറയുന്ന ഡേറ്റ് മെയ് 4 അത് ഫലപ്രഖ്യാപനം വരുന്ന ദിവസമാണ്. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഞങ്ങൾ എന്തായാലും ഈ വോട്ട് സഞ്ചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ജനങ്ങൾ പറയട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഏതായാലും വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഇവർ ഈ 3 പേരും MK വിനോദ്, ശില്പ ശിവ,
ജിഗിന നമ്മള് ജിഗിന ഏറ്റവും ജൂനിയറായതാണ്, പക്ഷെ അവള് മനോഹരമായി അത് അവതരിപ്പിച്ചതാണ്. ശില്പയെ പിന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തോന്നില്ല. ശില്പ എല്ലാ ഔട്ട്ഡോർ ഷൂട്ടിനും പോകുന്ന സജീവമായിട്ടുള്ള നമ്മുടെ ഒരു മിടുക്കിയാണ്. പിന്നെ വിനോദേട്ടനെ പറ്റി നമ്മൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരു ടീമിന്റെ വിജയം കൂടിയാണ്. ടെക്നീഷ്യൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. വിഷ്ണു ഒപ്പം അജിത്തും പുതിയതായിട്ട് ഡിജിറ്റലി ജോയിൻ ചെയ്ത ക്യാമറമാനാണ്. അപ്പം രണ്ടുപേരും മനോഹരമായാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒപ്പം നമ്മുടെ മൂവർ സംഘത്തിന്റെ പെർഫോമൻസ് പറയേണ്ടതില്ലല്ലോ, പ്രേക്ഷകർ കണ്ടതാണ്. അവർ വളരെ മനോഹരമായാണ് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും പോയി അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം, അതായത് ആ തുടിപ്പുകൾ ഒപ്പിയെടുത്താണ് ആ മൂവർ സംഘം തിരിച്ചെത്തിയത്. അതേപോലെ നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം നന്ദിയും രേഖപ്പെടുത്തുകയാണ് അല്ലേ.